യെസ്, എ പ്രോമിസ് ഇസ് എ പ്രോമിസ്. എനിക്കറിയാം, അത് നന്നായിട്ടറിയാം. ഒരു കേക്ക് വേണമായിരുന്നു. അവിടെ ചെന്നാൽ മതി വേണം. അവിടെയോ? അതെ. ചേട്ടാ, ഇതൊരെണ്ണം. താങ്ക് യു. രേഖ, വെയിറ്റ്. ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക്. സർപ്രൈസാ? എന്ത് സർപ്രൈസ്? കൺഗ്രാറ്റുലേഷൻസ്. ഒരു ദിവസം മൊബൈൽ ബാൻ ചെയ്ത അമ്മയുടെ ബെറ്റിൽ നീ വിജയിച്ചിരിക്കുന്നു. ദിസ് ഈസ് ഫോർ യു. ദാ പിടിക്ക്. ഗോൾഡ്? യെസ്, ഗോൾഡിന് എന്താ ഒരു കുഴപ്പം? രേഖ, ഇത് ഇമിറ്റേഷൻ ഒന്നും അല്ല, ഇറ്റ്സ് പ്യുവർ ഗോൾഡ്. ഓ മൈ ഗോഡ് രഘു, ഗോൾഡ് ഇസ് ഓൾഡ് ഫാഷൻ നൗ. ഇതൊക്കെ ഇപ്പൊ കിഴവികളാ ഇടുന്നത്. ഐ ഹേറ്റ് ഗോൾഡ്, യു നോ. ആണോ? അയ്യോ, ഇനിയിപ്പോ എന്ത്? ആണോന്നോ? രഘുവിന് അറിയില്ലേ ഞാൻ ഗോൾഡ് അധികം യൂസ് ചെയ്യില്ലാന്ന്? ഡോണ്ട് യു നോ ഇറ്റ്? അറിയാം രേഖ, ബട്ട് അമ്മ വളരെ സന്തോഷത്തോടെ തന്ന ഗിഫ്റ്റാണിത്. ഇത് നിനക്ക് നന്നായിരിക്കുന്നു രേഖ, നിനക്ക് നന്നായിട്ട് ചേരും. നോ വേ. അമ്മയുടെ ഗിഫ്റ്റ് മോൻ തന്നെ ചുമന്നാ മതി. ചേട്ടാ, ഒന്ന് വേഗം പോവോ പ്ലീസ്. അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ എത്താനുള്ളതാ. അതിനിത് എയറോപ്ലെയിനൊന്നും അല്ല പറന്നു പോവാൻ, പാഹം പിടിച്ചോന്റെ ഓട്ടോറിക്ഷയാ. ചേട്ടാ പ്ലീസ്, എന്താ ഇത്? ഞാൻ സ്പീഡിൽ പോവാൻ പറഞ്ഞതിന്റെ വാശിക്കാണോ ഇപ്പൊ ഇത്രയും പതുക്കെ പോകുന്നേ? അയ്യോ അല്ല കൊച്ചേ, റിസർവായിട്ട് കുറെ നേരമായി. പെട്രോൾ അടിക്കണം. 1 കിലോമീറ്ററിനുള്ളിൽ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് മൊബൈലിൽ കാണിച്ചു, പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. അതാ ഞാൻ നോക്കുന്നത്. എന്താ ചേട്ടാ, പാതി വഴിയിൽ സവാരിയും കൊണ്ട് എത്തുമ്പോഴാണോ പെട്രോൾ അടിക്കുന്ന കാര്യം പറയുന്നേ? പമ്പ് ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും. കൊച്ചു പേടിക്കണ്ട, നമുക്ക് ഉടനെ പോവാം. വേണ്ട, വണ്ടി നിർത്ത്. ഇതിനേക്കാൾ ഞാൻ നടന്നു പൊക്കോളാം. പ്ലീസ് മതി, വണ്ടി നിർത്ത്. വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ?
ഇഡ്ഡലി 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 വടേ സാമ്പാറേ ഇഡ്ഡലി ഇഡ്ഡലി വടേ ഇഡ്ഡലി വടേ നല്ല ചൂട് സാമ്പാറേ വെയിറ്റ് ഡ്രിങ്ക് വാട്ടർ ഫസ്റ്റ്. കമോൺ, നമുക്കിത് അവിടെ പോയിരുന്ന് കഴിച്ചാലോ? റോഡരികിലിരുന്ന് ഒരു രസമല്ലേ? താൻ വാ, ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. വാടോ, കമോൺ. നന്ദൻ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വൈ ഡിഡ് യു ഫോളോ മീ? എന്റെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നെ? ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചിട്ടാണോ? അയ്യോ എന്റെ അമ്മേ, അത് വളരെ സീരിയസ് ആയ ചോദ്യമാണല്ലോ. കുറച്ച് ആലോചിച്ചാലേ ഉത്തരം കിട്ടും. അല്ല, ഈ ഒരു ഒറ്റ ചോദ്യമുള്ളോ അതോ ഇതുപോലത്തെ വേറെയും ചോദ്യങ്ങൾ? നേരത്തെ അറിഞ്ഞാലേ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ, അതാ ചോദിച്ചത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ലെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. ഇത്രയും വലിയൊരു വ്യക്തി നമ്മളോട് ഫ്രണ്ട്ലി ആയി പെരുമാറുന്നുവെന്ന് കരുതി നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ല. സാർ കമ്പനിയുടെ പൊതു സ്വത്താണ്. ആരും വ്യക്തിപരമായി കൂടുതൽ അടുപ്പം കാണിച്ച് സാറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കരുതെന്ന് അർത്ഥം. രവിവർമ്മൻ സാറ് നമ്മുടെ ബോസാണ്, കളിക്കൂട്ടുകാരനോ കാമുകനോ അല്ല. ശ്രീലക്ഷ്മി എന്തു പറയുന്നു? ഇതിപ്പോ നേരം കുറച്ചായല്ലോ. സാന്ദ്ര മാഡം ഫോൺ ചെയ്ത് വെച്ചാണെങ്കിൽ വരേണ്ട സമയമായല്ലോ. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ? കിട്ടുന്നില്ലല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഉറക്കം വരുന്നില്ല കൃഷ്ണ. നീ വന്നേ, നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം. പ്ലീസ് നീ വന്നേ. വാ, വരാൻ. അത് പിന്നെ ശ്രീ ആരെങ്കിലും കണ്ടാലെന്താ പിടിച്ചു വിഴുങ്ങോ? നമ്മള് കാമുകന്മാരായിട്ട് ഒളിച്ചോടൊന്നല്ലോ. വി ആർ ക്ലോസ് ഫ്രണ്ട്സ്. ആൺകുട്ടികൾക്ക് രാത്രി സൊറ പറഞ്ഞിരിക്കാമെങ്കിൽ നമുക്കും ആവാം. നീ വന്നേ, വരാൻ. ഈ പെണ്ണിതെന്ത് ഭാവിച്ച?
നമുക്ക് ഇവിടെ അല്പനേരം നിന്നാലോ? ഊഞ്ഞാലിൽ ചെന്നിരുന്ന് ആടാനുള്ള ഒരു മൂഡ് എനിക്കില്ല. എന്റെ ശ്രീ, നീ ഇങ്ങനെ വിഷമിക്കാതെ. രവിവർമ്മൻ സാർ അവിടെ എത്തിയിട്ട് ഫോൺ ചെയ്യും, ഉറപ്പാ. നീ ധൈര്യമായിട്ടിരിക്കെ. നോ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല കൃഷ്ണ. സാറ് ലണ്ടനിൽ പോകുന്നതിന് മുൻപ് ഞാൻ സാറിനെ ചെന്ന് കണ്ട് ആശംസ പറയുമെന്ന് വാക്ക് കൊടുത്തതാ. പക്ഷെ ഞാൻ എന്റെ വാക്ക് തെറ്റിച്ചു. നീ അതിന് ചുറ്റിക്കറങ്ങാനൊന്നും അല്ലല്ലോ പോയത്. കമ്പനിയുടെ തന്നെ ജോലി ആവശ്യത്തിനല്ലേ. അതുമല്ല, രാത്രി നേരത്ത് ഒറ്റയ്ക്കൊരു പെൺകുട്ടി എയർപോർട്ട് വരെയൊക്കെ പോകുന്നത് റിസ്ക് അല്ലേ? രവിവർമ്മൻ സാറിന് അതൊക്കെ മനസ്സിലാവും. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. വരുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നല്ലേ, എന്നിട്ടും വന്നില്ല. സത്യത്തിൽ ഞാൻ വന്നിരുന്നതാണ് സർ. ജോലി തീർന്ന് പുറപ്പെട്ടപ്പോ വൈകിപ്പോയി. ഓ, പിന്നെ ഞാനൊരു ഓട്ടോ പിടിച്ച് പകുതി ദൂരം എത്തിയപ്പോ അതിന്റെ പെട്രോള് തീരാറായി. വേറൊരു ഓട്ടോ പിടിച്ച് വരാനായി റോഡിലൂടെ നോക്കി വന്നപ്പോ എന്റെ കൺമുന്നിലൂടെ സാറിന്റെ കാറ് കടന്നുപോയി. ഞാൻ കാറിന്റെ പിന്നാലെ സാറെന്ന് വിളിച്ച് കുറച്ച് ഓടി വന്നതാ. പക്ഷെ സാറ് കേട്ടില്ല. ഇതൊക്കെ സാറിന് ചിലപ്പോ നിസ്സാരമായിട്ട് തോന്നും, ചിലപ്പോ വിശ്വസിക്കുകയില്ല. പക്ഷെ ഇത് സത്യമാണ് സർ. ഞാൻ സാറിന് വേണ്ടി ഒരു കേക്ക് വാങ്ങിയിട്ട് ഹാപ്പി ജേർണി പറയാനായിട്ട് ഓടി വരികയായിരുന്നു. സത്യം. സാറ് ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ലല്ലേ? ദേ, ഞാൻ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം സർ. ഞാൻ പറഞ്ഞതെല്ലാം നടന്ന കാര്യ. ഞാൻ പറഞ്ഞ വാക്ക് ഇതാദ്യമായിതേതോ നാളം വെയിൽ പുലർന്നു വാനിൽ ഭൂവിൽ മനസ്സറിഞ്ഞു തമ്മിൽ 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 ചെറു 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 മധുരങ്ങൾ മധുരിതമിരു ഹൃദയങ്ങൾ താനേ ഒന്നുപോലെ പൊഴിയാൻ ശിശിരങ്ങൾ പൂച്ചൂടാൻ വാസം. ഞാൻ നിന്നെ വിശ്വസിക്കും. വിശ്വാസമില്ലാത്തടത്ത് ഒരിക്കലും ഈ രവിചന്ദ്രവർമ്മ ഉണ്ടാകില്ല. എന്റെ ദൈവങ്ങളെ, ജിഡി പുറത്തു വന്നാൽ ഉടനെ രവി വിളിക്കണം. കിട്ടുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? മാർഷൽ, അയാൾ ഉറങ്ങിയോ? ഇല്ലില്ല, കണ്ടിട്ട് ധ്യാനമാണെന്നാ തോന്നുന്നു.
ഇന്നാണ് ഇവിടത്തെ അവസാനത്തെ രാത്രി. നാളെ നേരം വിളിക്കും. വരുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ. നിന്നെ കാണാൻ വേണ്ടി മാത്രം. രവിചന്ദ്രവർമ്മ. ഇനി ഈ പേര് ചുവരിലല്ല, ശ്മശാനത്തിൽ മാർബിളിൽ കൊത്തി വയ്ക്കും ഞാൻ എന്റെ ഈ നഖം കൊണ്ട്. കൊല്ലം 20 സാൽ. ഒരു കാര്യം അറിയാമോ സാറിന്? പണ്ട് കൃതയുഗമായിരുന്നു. മനുഷ്യരെല്ലാം നന്മയുള്ളവർ. പിന്നീട് ത്രേതായുഗം. നല്ലവരും കെട്ടവരും പകുതി പകുതി. ദ്വാപരയുഗത്തിൽ അത് മുക്കാലും കാലുമാകും. ഇത് കലിയുഗമാണ്. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും കൂടിക്കുഴയും. 20 വർഷം അകത്ത് കിടന്ന് ഞാനും 20 വർഷം പുറത്തിരുന്ന സാറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചില കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ചിലർ അകത്താവും, ചിലർ പുറത്തും. അത്രയുള്ളൂ. പിടിക്ക്, നിങ്ങളുടെ ഇത്രയും വർഷത്തെ സമ്പാദ്യം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇത് പാഴാകാൻ പാടില്ല. എന്നെ 20 വർഷം ജയിലരിക്കുള്ളിലിട്ടവന്റെ ശവത്തിൽ മൂടാൻ ഒരു പട്ടുവസ്ത്രം വാങ്ങും ഞാൻ. അതിനാണ് ഈ കാശ്. വരട്ടെ സാർ, കാണില്ല നമ്മളിനി.